In this video, I am telling about Sharjah Maritime. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാർജ മ്യൂസിയത്തിലത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ കേട്ടോ. മാരിടൈം കൾച്ചർ, അതായത് ഇവിടുത്തെ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഷാർജയിലത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത്. അതായത് പണ്ട് കാലത്ത് 7000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഒരു പേളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് അന്ന് കാലത്ത് ആഭരണങ്ങളിലൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ഒരു പേൾ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഷെൽസും അതുപോലെ കക്കകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ അവരുടെ വരുമാന മാർഗം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് കടലുമായിട്ടുള്ള ബന്ധം എന്ന് കാണിക്കാനാണ്. അതായത് 7000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ കടൽ അല്ലെങ്കിൽ സമുദ്രമാണ് പണ്ട് കാലത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലത്തെ വരുമാന മാർഗം. അതായത് ഇന്ന് കാണുന്ന പടുകൂറ്റൻ ആകാശം മുട്ടുന്ന ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവണായിട്ടൊക്കെ മുമ്പത്തെ കാലഘട്ടം, അതായത് 7000 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഷാർജ ഭാഗം എങ്ങനെയാണെന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതായത് ഫുൾ എന്താ പറയുക, ഇവരിങ്ങനെ അടിയിൽ നിന്ന്, അതായത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ ഓയിസ്റ്റേഴ്സ്, അതായത് നമ്മൾ ഈ മുത്തുച്ചിപ്പിയുടെ ഷെൽസൊക്കെ കാണില്ലേ, അതിൽ നിന്നിങ്ങനെ പേൾസ് ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് ആദ്യത്തെ വരുമാന മാർഗം എന്നാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരണത്. കടൽ തന്നെയായിരുന്നു ഈ ഒരു ഫുഡിൻ്റെ മാർഗം. അതായത് മീൻ കിട്ടാനും അല്ലെങ്കിൽ മീനായിരുന്നു ഒരു എന്താ പറയുക ആൾക്കാർക്ക് ജീവിക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു. അതായത് എന്തിനും ഏതിനും കടൽ തന്നെയായിരുന്നു വലിയൊരു മാർഗ്ഗം. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പേർഷ്യയിലേക്ക് പോയിട്ട് വരാം, 7 കടൽ കടന്നിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് കാലത്ത്. അപ്പോൾ ഈ കടലായിരുന്നു അവരുടെ എല്ലാത്തിൻ്റെയും മാർഗ്ഗം. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിൽ പുരോഗമനങ്ങൾ വന്നു തുടങ്ങുകയും അതുപോലെ കണ്ടില്ല, നിങ്ങൾക്ക് മാപ്പ് കാണാം, അന്നത്തെ കാലത്തെ മാപ്പും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാനൊക്കെ കൂടുതൽ ആകാംക്ഷയായി. അതായത് അവർ അന്ന് കാലത്ത് വഞ്ചി ഉണ്ടാക്കണതും അല്ലെങ്കിൽ ഓരോ മീൻ പിടിക്കാനുള്ള വല നെയ്യുന്നതും അതിന് ശാശ എന്നൊക്കെയാണ് പേര് വരെ പറയണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഓരോരോ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ബിസിനസ് എങ്ങനെ ഈ UAE കൊണ്ടുവരാമെന്നുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വർഷങ്ങൾ നീണ്ടതിന് ശേഷം വലിയ അതായത് ഈ UAE എന്ന് പറയണത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരാൻ പറ്റിയ ഒരു തുറമുഖമായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ കാണുന്ന പോലെ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് മീൻ പിടിക്കാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചും പിന്നെ അതുപോലെ ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ഷാർജ അല്ലെങ്കിൽ എന്താ പറയുക UAE ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ UAEയുടെ കാര്യങ്ങളെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയണത്. കടലുകൾക്ക് ഓരോരോ ഭാഗങ്ങൾ കണ്ടറിയാം. ആദ്യം വഞ്ചിമ തുടങ്ങിയിട്ട് ഇപ്പോൾ അവർ കുറേ വലിയ വഞ്ചികളും പിന്നെ മീനൊക്കെ പിടിക്കണ ചാകര കണക്കായിരുന്നു മീനും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത്. അങ്ങനെ അതൊരു വലിയൊരു ട്രഡീഷനും അതുമാത്രമല്ല അതൊരു ട്രേഡിങ്, അതൊരു കച്ചവടവും അങ്ങനെ രീതിയിലാണ് അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം. അതായത് എങ്ങനെയാണ് ഇന്ന് കാണുന്ന പടുകൂറ്റൻ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നിരുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ അവിടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഷാർജ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു കടൽ കണ്ടില്ലേ, ഇപ്പോഴും ഹാർട്ട് ഓഫ് ലൈഫ് ഇൻ ഷാർജ, അതായത് ആ ഷാർജയിലത്തെ ഒരു ഹാർട്ടായിട്ടാണ് ഈ സീൻ അവർ കൺസിഡർ ചെയ്യണത്. അങ്ങനെ നേരെ എൻ്റെ യാത്ര തുടർന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സക്ലിംഗ് ഷെൽസ്, അതായത് പണ്ട് കാലത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കോരി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഷെല്ലാണ് ഈ ഒരു ഷെല്ല് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റന്റ് ഹൊറിസോൺസ്, അതായത് പണ്ട് കാലത്ത് ഈ ഒരു ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു ജാറ് വെച്ചിട്ട്, അതായത് ഒരു പെർഫ്യൂം ജാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജാറ് ഒരു പണ്ടത്തെ ഒരു ട്രഡീഷൻ ആയിരുന്നു, ഈ ഒരു പെർഫ്യൂം ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഷാർജ മാരിടൈം മ്യൂസിയം സ്ഥിതി ചെയ്യണത് ഷാർജയിൽ തന്നെ അൽഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1970 ഉള്ള ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ യാത്ര വീണ്ടും തുടർന്നു. അന്ന് കാലത്ത് ഉണ്ടാക്കിയ പല ടൈപ്പിലുള്ള വഞ്ചികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ വഞ്ചിക്കും ഓരോരോ സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് ഞാൻ കാണാൻ കഴിഞ്ഞത്. എല്ലാതും അതിൻ്റേതായിട്ടൊരു മോഡലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അത് ചെറിയൊരു വഞ്ചി മുതൽ വലിയ വഞ്ചി വരെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ കാണാം. അതായത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്ത് നോക്കണത്. ഓരോരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ പേരുകളും ഓരോ വഞ്ചികളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഇത് സെയിലിംഗ് ഷിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വഞ്ചികളും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലം മുതൽ. അപ്പം ഞാനിങ്ങനെ ഓരോരോ ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്
ചെയ്യുന്നുണ്ട്, ഓരോ പേരുകളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും രീതികളൊക്കെയാണ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. ഡെത്ത് ഓഫ് ദി ഡോസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ ഷിപ്പ് നിർമ്മിക്കുമ്പോഴും അതിൽ തകർച്ചകൾ വരുമ്പോൾ അവർ പുതിയതായിട്ട് വീണ്ടും വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോരോ മിസ്റ്റേക്സ് വരുമ്പോഴല്ലേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പുതിയ കാര്യങ്ങൾ വെച്ചിട്ട് അവർ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന കുറേ ഫിഷിംഗ് ബോട്ട്സ് ആണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന ബോട്ട്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗത്തിൻ്റെ പേരാണ് ഇങ്ങനെ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ ശരിക്കുള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുനിഞ്ഞിരുന്ന് നെയ്യാണ്, നമ്മുടെ നാട്ടിലൊക്കെ വല നെയ്യണ പോലെ മീൻ പിടിക്കാനുള്ള വല നെയ്യണ ഒരു വ്യക്തിനെയാണ് ഞാനവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു വെള്ള ബോർഡിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, ഓരോരോ ഭംഗിയുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ ബോട്ടിൽ നിന്ന് വലിയ ബോട്ടിലേക്കാണ് നിങ്ങൾ കാണുക. നടുക്കിൽ കാണാം ഒരു വലിയൊരു ബോട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല അത് ഇവിടെ കുറച്ച് ആയുധങ്ങൾ കാണാം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ബോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വഞ്ചി നിർമ്മിച്ചിരിക്കുന്ന കാലം, അതായത് ബിൽഡ് ഫ്രം ദ എക്സ്പീരിയൻസ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലത്തെ പോലെ ഓരോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മെഷീൻസ് അല്ലെങ്കിൽ സ്കെയില് പെൻസിലൊക്കെ പോലെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഓരോരോ ഇത് വെച്ചിട്ടാണ് ചെയ്യുക. ഇത് എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നല്ല കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് അവർ ഓരോ വലിയ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ കണ്ടില്ലേ. ഫിഷിംഗ് നെറ്റും അതുപോലെ കുറേ സാധനങ്ങൾ ഇതിങ്ങനെ മ്യൂസിയത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പണ്ട് കാലത്തെ ആൾക്കാർ മീനിൽ ഉണ്ടാക്കാനുള്ള ബോട്ട് അല്ലെങ്കിൽ മീൻ പിടിക്കാനുള്ള വല അല്ലെങ്കിൽ ബോട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ശാശ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ശാശ, എങ്ങനെയാണ് ശാശ ഉണ്ടാക്കണേ എന്നുള്ളത് ആ വീഡിയോ ആണ് കേട്ടോ. മേക്കിംഗ് എ ശാശ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈന്തപ്പഴം മരം ഉണ്ടല്ലോ, അതായത് ഡേറ്റ്സ് പാമിൽ നിന്നാണ് ഈന്തപ്പനയിൽ നിന്ന് ഓല ഇങ്ങനെ കയറി പൊട്ടിച്ചിട്ടാണ് പറിച്ചെടുത്തിട്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ശാശയും കാര്യങ്ങൾ ഉണ്ടാക്കണത്. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ നമ്മുടെ നാട്ടിൽ കോക്കനട്ട് ട്രീൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കണ പോലെ. അവിടെ പാം ട്രീ ആയതുകൊണ്ട് പാം ട്രീ വെച്ചിട്ടാണ് ഇവിടെ ഷാർജക്കാർ ഇങ്ങനത്തെ ഒരു സാധനം നെയ്ത്തുണ്ടാക്കിയത്. അതായത് മീൻ പിടിക്കാനുള്ള വലിയൊരു സംഭവമായിരുന്നു ഈ ഒരു ശാശ എന്നാണ് ഇതിൻ്റെ പേര് വരണത്. അവരതിൻ്റെ രീതികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം മീൻ പിടിക്കാനുള്ള സംഭവം ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മ്യൂസിയം വന്നപ്പോൾ ഞാൻ എങ്ങനെ കണ്ടേ അതുപോലെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോ ആൾക്കാരെ അതിങ്ങനെ ഉണക്കി വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് എന്താ പറയുക, അവരിങ്ങനെ ഒരുമിച്ചിരുന്നിട്ടാണ് ഇങ്ങനെ നെയ്തെടുക്കണ പോലെയാണ് ഈ ഒരു ശാശ ഉണ്ടാക്കണത്. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ ബോട്ട് ഉണ്ടാക്കുന്നതായാലും പണ്ട് കാലത്ത് അവരിങ്ങനെ ഓരോ തടി കഷ്ണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവരും ഒരു ഒത്തൊരുമ ഭയങ്കര തന്നെയാണ്. എല്ലാവരും ഒരുപോലെ നീതി, അതായത് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇവർ ഓരോരോ കാര്യങ്ങളും പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ഈന്തപ്പന മരത്തിൽ നിന്ന് കയറിയപ്പോൾ അവർക്ക് ഒരു വഞ്ചി പോലെ ഉണ്ടാക്കാനും അതുപോലെ ശാശ ഉണ്ടാക്കാനും പറ്റി. അപ്പോൾ അവർ ആ ഓല കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു വഞ്ചി വെച്ചിട്ട് മീൻ പിടിക്കാൻ പോണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, അതിങ്ങനെ തുന്നിക്കെട്ടി അതിങ്ങനെ ഒരു വഞ്ചിയുടെ ഷേപ്പാക്കി. അതുപോലെ തന്നെ കുറച്ച് പേര് ആ ഒരു വല പോലെ ശാശ ഉണ്ടാക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു വീഡിയോൻ്റെ അവസാനം ആ ഒരു എന്താ പറയുക, നമ്മൾ കൊട്ട കണ്ടില്ല, ആ കൊട്ട പോലത്തെ സംഭവമാണ് ശാശ എന്ന് പറയുന്ന സംഭവം. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു റൗണ്ട് കളറിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ശാശ എന്ന് പറയുന്ന സാധനം. മീൻ പിടിക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. കണ്ടില്ലേ, ശാശ ആ വഞ്ചിയും അതുപോലെ ആ മീൻ പിടിക്കുന്ന സംഭവത്തിന് മൊത്തത്തിന് ഉണ്ടാക്കണ ആ ഒരു പേരാണ് ശാശ എന്ന് പറയുന്നത്. അതൊക്കെ മ്യൂസിയത്തിൽ അതിങ്ങനെ എടുത്തു വെച്ചോക്കാണ്. കാരണം വെച്ചാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കതൊന്ന് അറിയണം. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു ഷാർജ അൽഖാൻ എന്ന് പറഞ്ഞ ഈ ഒരു തുറമുഖത്തുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ഇങ്ങനെ എന്താ പറയുക അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് കച്ചവടം നടത്തുന്ന ഒരു ഭാഗമാണ് കാണിച്ചു തരുന്നത്. അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേൾസാണ് ഇവർ എക്സ്ചേഞ്ച് ചെയ്യുക ക്യാഷിന് വേണ്ടിയിട്ടായാലും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡീല് നടത്തണേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അവരിരുന്നിട്ട് ഇങ്ങനെ വിൽക്കാണ് ഓരോ പേൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു മോസ്റ്റ് ഫേമസ് പേൾ ടൈപ്സ് ആണ് ഇങ്ങനത്തെ
ഇതിലൊക്കെ വെച്ചിരിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഒരു പെട്ടി, നമ്മളിങ്ങനെ പണപ്പെട്ടിയൊക്കെ പറയണ പോലെ അങ്ങനെയൊക്കെ തുലാഭാരം അല്ലെങ്കിൽ ത്രാസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് അന്ന്. ഇന്നത്തെ കാലത്ത് മിക്ക സ്ഥലത്തും ഡിജിറ്റലായിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീനാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ, അതായത് പേഴ്സിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യണത് അല്ലെങ്കിൽ അറിയാൻ പറ്റണത്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ അന്ന് കാലത്ത് ഉപയോഗിച്ച കണ്ട പേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സീ തവാഷ് എന്ന് പറഞ്ഞ സംഭവമാണ് ഈ പെട്ടി കാണുന്നത്. ഈ പെട്ടി എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടി മാത്രമാണ്. ഓരോ ഷെൽസിന്റെ സൈസ് അനുസരിച്ചാണ് അന്ന് കാശും കാര്യങ്ങളും അല്ലെങ്കിൽ പേളിന്റെ സൈസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഷെല്ല് അതിൻ്റെ ഉള്ളിൽ എത്ര വലിപ്പമുള്ള പേൾ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര പേൾസ് ഉണ്ടാവും അങ്ങനത്തെയൊക്കെയാണ് അറിയാൻ പറ്റുക. പിന്നെ റിയൽ ഷെല്ലും റിയൽ പേളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയൊരു കാര്യമാണ് നേരത്തെ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ പോയി ഇവിടെ മീൻ കച്ചവടം വരെ ത്രാസിലുള്ളത് വരെ അവർ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു ട്രഡീഷൻ കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ കാണിക്കാനാണ്, ഇന്നത്തെ തലമുറ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവരിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരണത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, വലിയൊരു ബോട്ടാട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര വലിയൊരു ബോട്ടാണ് ഈ ഒരു ബോട്ട്. പക്ഷേ കയറാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. നമുക്കത് മ്യൂസ് ചെയ്യല്ല, നമുക്ക് ഒരിക്കലും അതിനെ കയറി ഫോട്ടോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ, മുണ്ട് പറ്റി ഡ്രസ്സൊക്കെ വെച്ചിരുന്നതാണ്. ഈ ട്രാവലിംഗ് ടൈമിലൊക്കെ അവർ ഈ വഞ്ചിയിൽ വെച്ചിരുന്ന ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ട്രോളി ബാഗിൽ പാക്ക് ചെയ്യണ പോലെയാണ് ഇവർ ഇത്രയും വലിയൊരു കേസിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണത്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ വലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഒരു ബോട്ട്, അതായത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഒരു ബോട്ട് പുരോഗമനം വരുമ്പോഴും കോമ്പസ്, അതായത് എങ്ങനെയാണ് വടക്ക് നോക്കി യന്ത്രം പോലത്തെ സംഭവങ്ങൾ, ആ സംഭവമാണ് ഇത്. എങ്ങനെയാണ് നാവിഗേഷൻ നടന്നിരുന്നത്, അതൊരു ബോട്ട് നമ്മളിങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ അന്ന് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓരോരോ ഡെസ്റ്റിനേഷൻ എത്തുന്നത് എന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ഭാഗത്ത് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വീല് നമ്മൾ ഈ കണ്ടില്ലേ, ഒരു വഞ്ചിയുടെ തിരിക്കണ വീലാണ് ഉള്ളത്, സ്റ്റിയറിംഗ് എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അവരിങ്ങനെ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോൾ. പിന്നെ ഇതെന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മളിങ്ങനെ സ്റ്റാർസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ, അതായത് എന്താ പറയുക, ഓരോ ഷേപ്പുള്ള ഓരോ സ്റ്റാർസ് കാര്യങ്ങളൊക്കെ അതിന് ക്ലിക്ക് ചെയ്താൽ അതിൽ കാണാൻ പറ്റും. അതാണ് ഈ ഒരു കാര്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പസ്, അതായത് വടക്ക് നോക്കി യന്ത്രം പോലെ ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാറിൻ്റെ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ സെൽഫി എടുത്തു. അതായത് ഡോപ്ലർ നമ്മളിങ്ങനെ പണ്ട് പഠിച്ചിട്ടുണ്ട്, സയൻസിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വലിയൊരു ബോട്ടിൻ്റെ അടിഭാഗം അത്രയും വലിയൊരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു മ്യൂസിയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ടൊരു വർത്താണ്. അതായത് നമ്മൾ ഷാർജ അക്വേറിയം കണ്ടതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2-in-1 വിത്ത് 25 AED, ഇപ്പോൾ നിലവിലുള്ള പൈസ 2025 പ്രകാരം ഈ 25 ദിറംസാണ് ഇതിലേക്ക് കയറാൻ. അത് രണ്ടും കൂടിയിട്ട് നമുക്ക് 25 ദിറംസ് ഉള്ളത്. നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇവരുടെ ട്രഡീഷനും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര പീസ്ഫുൾ, അതുപോലെ നമുക്ക് മൈൻഡ് ബ്ലോയിങ് തന്നെ ആയിരിക്കും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക നെക്ലേസ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, ട്രേഡ് ഗുഡ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം വരുന്നത് ഈ ഒരു മ്യൂസിയത്തിൻ്റെ. അപ്പോൾ അപ്പുറത്താണ് ഷാർജ അക്വേറിയം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വലിയ ഡയലോഗ് അടിച്ച് പോണത് വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് ദുബായിലേക്ക് ഒരു ബോട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റിൽ ആ ബോട്ടല്ല വേറൊരു ബോട്ട് നമുക്ക് കിട്ടും, അതിലേക്കാണ് ഞാൻ പോണത്. യാച്ച് പോലത്തെ സംഭവമാണ്, അതായത് ഒരു സർവീസ് പോലത്തെ സംഭവം. അപ്പോൾ ഞാൻ വലിയ ഡയലോഗ് അടിച്ച് പോയിട്ട് അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഡ്യൂ ടു വെതർ കണ്ടീഷൻ അന്ന് ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നില്ല. അതായത് ചെറിയൊരു ബോട്ട് പോലെ ഒരു സംവിധാനമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു തുറമുഖമായിരുന്നു. അതായത് അൽഖാൻ ബീച്ച് അല്ലെങ്കിൽ ഷാർജ പോർട്ടിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത്, മ്യൂസിയം എക്വേറിയത്തിൻ്റെ ഒക്കെ പുറത്തത്തെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ എടുത്തു സൺസെറ്റിൻ്റെ. നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട്. നമുക്ക് നടക്കാം, അത്രയും സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റും കൂടിയാണ്. അപ്പം ഞാനിവിടെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു പോർട്ട്, ഷാർജ പോർട്ട് വരണത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഭയങ്കര രസമാട്ടോ കാണാനൊക്കെ ആയിട്ട്. കുറേ
കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കും. ഇവിടേക്കാണ് മീൻ കച്ചവടമൊക്കെ വന്നിട്ട് കണ്ട വലകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ലൊരു സൺസെറ്റ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഞാൻ പോയ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നേരിട്ട് പോയില്ലെങ്കിലും ഈ ഒരു ഷാർജ അക്വേറിയം എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.